കാലത്തിനിടയ്ക്ക് ഈ ഒരു സ്ട്രാറ്റജീസ് സ്റ്റഡി ചെയ്തതിൽ ബ്രോയ്ക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏത് ബ്രാൻഡ് സ്ട്രാറ്റജി? ബ്രാൻഡിങ് സ്ട്രാറ്റജിയിലേക്ക് പറയുന്ന സമയത്ത് ലസ്സി ഷോപ്പുകൾ ഒരുപാട് ഉണ്ടായിരുന്നു കേരളത്തിൽ. ഈ അടുത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3 years മുമ്പാണ്. ഇപ്പം എല്ലാം ഷട്ട് ഡൗൺ ആയി. ലസ്സി ഷോപ്പുകൾ മുക്കിലും മൂലയിലും ഫ്രാഞ്ചൈസികളായിട്ട് കൊടുത്ത് ബിസിനസ് ഓണർ പുള്ളി ഭയങ്കര റിച്ച് ആയി. പെട്ടെന്ന് പുള്ളിയുടെ ലൈഫിലേക്ക് ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ആ ഒരു ബ്രാൻഡിങ് സ്ട്രാറ്റജി ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് വരുന്ന സമയത്ത് പല സ്ഥലത്തും ചില ലൂപ്പ് ഹോൾസ് വന്നു പോയതായിരിക്കും ഒരുപക്ഷെ. ഇപ്പൊ ലസ്സി ഷോപ്പുകൾ നമ്മൾ കാണാത്തതും ലസ്സി ഷോപ്പുകൾ ഒരു പുതിയ വേർഷൻ പോലും ഇപ്പൊ നിലവിലില്ലാത്തതും. പക്ഷെ ആ ഒരു സമയം ഇറ്റ് വാസ് ദ വേൾഡ് ഓഫ് ലസ്സി ഷോപ്പ്. കംപ്ലീറ്റ്ലി എല്ലാ ടൗണിലും എല്ലാ നുക്ക് ആൻഡ് കോർണറിൽ ലസ്സി ഷോപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ അതിന് ഓണർ ആക്ച്വലി ദസികുപ്പ. പുള്ളി ദസികുപ്പ ലസ്സി ഷോപ്പ് ആൻഡ് ദസികുപ്പ ഇവര് സെയിം ഓണേഴ്സ് ആണ്. അവര് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസ് മോഡൽ കാണുന്നതും പഠിക്കുന്നതും. കാരണം ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലേ KFC ഒക്കെ പോലത്തെ ഫ്രാഞ്ചൈസി മോഡൽസ് ഒന്നും കേരളത്തിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ലസ്സി ഷോപ്പ് എന്താണ് ഇങ്ങനെ എല്ലായിടത്തും തുടങ്ങുന്നത്, ഇയാൾക്ക് എല്ലായിടത്തും തുടങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടാണ് ഫ്രാഞ്ചൈസിയിലേക്ക് മൗസിയൊക്കെ. പിന്നെ അതെ മൗസിയൊക്കെ വളരെ റീസെന്റ് ആയിട്ട് നല്ല രീതിയിൽ ഫ്രാഞ്ചൈസി ബിസിനസ്. ഒബ്വിയസ്ലി ഫ്രാഞ്ചൈസി നിങ്ങൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ അതിന്റെ വെരി നെക്സ്റ്റ് സ്റ്റേജ് അതിന് ഫ്രാഞ്ചൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്.